ഈ പിസ്സ കഴിക്കാൻ തോന്നിയാൽ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. വെറുതെ കടയിലൊന്നും പോയി വാങ്ങേണ്ട കാര്യമില്ലെന്നേ, നമുക്ക് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 2.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഈസ്റ്റും 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ഒന്ന് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ ഇളം ചൂടുവെള്ളത്തിൽ നന്നായിട്ട് കുഴച്ചെടുക്കുക. ലാസ്റ്റ് 1 ടീസ്പൂൺ ഒലിവ് ഓയിലും ചേർത്ത് ഒന്നും കൂടെ നല്ലപോലെ കുഴച്ച് 1 മണിക്കൂർ റെസ്റ്റ് ആയിട്ട് മാറ്റി വയ്ക്കുക. ഇനി 1 മണിക്കൂറിന് ശേഷം ഇതെടുത്തിട്ട് ചപ്പാത്തി പലകയിൽ വെച്ച് നല്ലപോലെ ഒന്ന് പരത്തിയെടുക്കുക. ചപ്പാത്തികളും കുറച്ചും കൂടെ കട്ടിയിൽ വേണം ഇത് പരത്തിയെടുക്കാനായിട്ട്. അതിനുശേഷം ഒരു തവയിൽ വെച്ചിട്ട് ചുട്ടെടുക്കണം. അപ്പോൾ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്ന് കുത്തി കൊടുക്കുക. അതങ്ങനെ പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് തിരിച്ചും മറിച്ചിട്ടിട്ട് ഇത് ചുട്ടെടുക്കുക. അതിനുശേഷം ഇത് പ്ലേറ്റിലേക്ക് വെച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ പിസ്സ സോസാണ്. അത് ആദ്യം ഇതിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തേക്കും ഒന്ന് പരത്തി കൊടുക്കുക. അതുപോലെ ബോൺലെസ് ചിക്കൻ വേവിച്ചെടുത്താണ് ഉപ്പും കുരുമുളകും കൂടി ഇട്ടിട്ട് അതും ഇതിലേക്ക് വെച്ച് കൊടുക്കുക. പിന്നെ മൊസറല്ല ചീസ്, അതുപോലെ ക്യാപ്സിക്കം, സവാള നൈസായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇനി ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചും കൂടെ സോസ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ടിത് ഓവനിൽ വെച്ചിട്ട് 2.5 മിനിറ്റ് സെറ്റ് ചെയ്ത ശേഷമാണ് അത് എടുക്കുന്നത്. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ നല്ല ടേസ്റ്റാണ് താനും. കുട്ടികൾക്കൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാം. അത്രയേ ഉള്ളൂ.